ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ മസാലപ്പൊടി നിർമ്മാണത്തെക്കുറിച്ചും അതുപോലെ തന്നെ മസാലപ്പൊടി നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ മായമുള്ള, ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന സാധനങ്ങളിലൊന്ന് മസാലപ്പൊടികളാണ്. പല രൂപത്തിലും ഭാവത്തിലും കമ്പനികളുടെ സാധനങ്ങൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ ഗുണമേന്മ ഏതാണ് നല്ലത്, ഏതാണ് അപകടമില്ലാത്തത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട്, ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നമ്മൾ എല്ലാവരും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മസാലപ്പൊടി നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ മസാലപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കേണ്ട സാധനങ്ങൾ, ചേർക്കരുതാത്ത സാധനങ്ങൾ, അതിൻ്റെ ചേരുവയിൽ ഉണ്ടാക്കുന്ന ഏറ്റക്കുറച്ചുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മായത്തിൽ കുളിച്ചു നിൽക്കുന്ന സാധനങ്ങളാണ് മാർക്കറ്റിലെ മസാലപ്പൊടികളെല്ലാം. അവ രുചിക്ക് വേണ്ടിയിട്ട്, കളറിന് വേണ്ടിയിട്ട്, മണത്തിന് വേണ്ടിയിട്ട്, ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമായിട്ട് മസാലപ്പൊടി നിർമ്മാണത്തിൽ അതിനകത്ത് പ്രധാനപ്പെട്ട സാധനങ്ങളായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരവും മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണങ്ങളായി മാറുന്നവയുമാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മസാലപ്പൊടി നമ്മളെ വീടുകളിൽ ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള, വളരെ നിർബന്ധിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന കാര്യമായിട്ട് നമ്മൾ പൊതുവെ പരിഗണിക്കണം. അതല്ല എങ്കിൽ നമ്മളറിയാതെ തന്നെ അനാവശ്യമായിട്ടുള്ള രോഗങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്ന ആൾക്കാരായിട്ട് മാറും. ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ കൂടി അതിന് കളറിൽ വ്യത്യാസം വരും. അതിനുണ്ടായിരിക്കേണ്ട സ്വാഭാവികമായ കളർ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അതിൻ്റെ രുചിയുടെ കാര്യത്തിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കും. അതിലൊക്കെ ഉപരിയായിട്ട് മണത്തിൻ്റെ കാര്യത്തിൽ, മണത്തിൽ കൂടിയാണ് നമ്മൾ ഇത്തരം സാധനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നതിനെ പ്രേരിപ്പിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ പ്രധാനമായിട്ട് രുചി, മണം, കളറ്, ഇത്തരം കാര്യങ്ങൾ ചേർത്തുകൊണ്ടിരിക്കുന്ന മായങ്ങൾ, അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരവും മാരകമായ രോഗങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നവയുമാണ്. അതുപോലെ തന്നെ മസാലപ്പൊടി നിർമ്മാണത്തിൽ ഫില്ലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, വെറുതെ യാതൊരു ഗുണവുമില്ലാതെ തൂക്കത്തിൽ വർധനവുണ്ടാക്കുന്നതിന് വേണ്ടി, വിലക്കുറവിന് വേണ്ടിയിട്ട്, ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫില്ലർ സാധനങ്ങൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് യാതൊരു ഗുണമില്ല എന്ന് മാത്രമല്ല ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കി നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച്, കളറിന് വേണ്ടി, രുചിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ചേർക്കേണ്ട ചേരുവയിൽ മസാലപ്പൊടികൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ കൂടി സംരക്ഷിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറുന്ന കാര്യങ്ങളായി, അല്ലെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ അറിയാതെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു നല്ല മസാലപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേരേണ്ട സാധനങ്ങൾ, നല്ല ഗുണമേന്മയുള്ള മുളക് ഉണ്ടായിരിക്കണം, ഗുണമേന്മയുള്ള മല്ലി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സാധനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 2 സാധനങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് പുറമെ മറ്റ് പല കാര്യങ്ങളും, ഇപ്പോൾ സാമ്പാർ പൊടിയാണെങ്കിൽ തോരപ്പരിപ്പ്, കടലപ്പരിപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ രുചി പാകത്തിൽ കൊണ്ടുവരുന്നതിന് ചേരുവയിൽ ചേർത്തുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ അളവിൽ കൂടുതൽ വരാതെയും അളവിൽ കുറവ് വരാതെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വേണ്ടത്ര കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി
ആ സാമ്പാർ പൊടി സാമ്പാറിൻ്റെ രുചിയിലേക്ക് സാധനങ്ങളെ കൊണ്ടുവരികയില്ല. അതുപോലെ രസം നമ്മൾ ഉണ്ടാക്കുമ്പോൾ രസത്തിൻ്റെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് കൂടുതലായിട്ട് ചേർക്കേണ്ട സാധനങ്ങൾ കൂടുതലായിട്ട് ചേർക്കാതെ കൈ കിട്ടുന്ന അളവിൽ നമ്മൾ ചേർത്തുകൊണ്ടിരുന്ന അത്തരം സാധനങ്ങൾ ചേർക്കുന്നതിൽ കൂടി രസത്തിൻ്റെ ചുവയിലേക്ക് രുചിയിലേക്ക് ആ മസാലപ്പൊടി വരികയില്ല. ഉദാഹരണത്തിന് ഗരം മസാല നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഗരം മസാലയുടെ ആവശ്യം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായ സാധനങ്ങളാണ് ചേർക്കേണ്ടത്. അതിനകത്ത് മുളക് പൊടിയുടെയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയുടെയും തൂരപ്പരിപ്പ്, കടലപ്പരിപ്പ് അങ്ങനെ തുടങ്ങിയ അങ്ങനെയുള്ള സാധനങ്ങളല്ല ഗരം മസാലയിൽ ആവശ്യമായിട്ട് വരുന്നത്. ഗരം മസാലയിൽ വളരെ സ്ട്രോങ് ആയിട്ട് രുചി കൊടുക്കുന്ന സാധനങ്ങൾ, അത് നമ്മൾ കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത്തരം സാധനം നമ്മൾ അഡീഷണലായിട്ട് ഗരം മസാല എന്നുള്ള പേര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് സ്ട്രോങ് ആയിട്ട് പെരിഞ്ജീരകം ഉണ്ടായിരിക്കണം, തക്കോലം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ജാതിപത്രി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഗരം മസാല ഉണ്ടാക്കുന്ന സമയത്ത് പൊതുവേ ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട് സർവ്വസുഗന്ധി എന്ന് പറയുന്ന ഓൾ സ്പൈസസ് എന്ന് പറയുന്ന സാധനം, അത് എല്ലാ മസാലപ്പൊടിയുടെയും രുചി ഉണ്ടാക്കി കൊടുക്കുന്നതിന്, മണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് സഹായിക്കുന്ന, നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ വീട്ടുമുറ്റത്തെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുന്ന സാധനമാണ് ഓൾ സ്പൈസസ് അല്ലെങ്കിൽ സർവ്വസുഗന്ധി എന്ന് പറയുന്ന സാധനം. അതെല്ലാത്തിൻ്റെയും മണം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഗരം മസാലയിൽ സർവ്വസുഗന്ധി ചേർക്കേണ്ട അത്യാവശ്യമുള്ള സാധനമാണ്. അത് ഫില്ലറായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ മസാലപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ സാധനങ്ങളും അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിനുശേഷം നമ്മുടെ വെയിലത്ത് വെച്ചൊന്ന് ഉണങ്ങി അതിനുശേഷം മാത്രമേ വറുക്കാൻ പോകാവൂ. വറുക്കാൻ പോകുന്ന സമയത്ത് യാതൊരു കാരണവശാലും എണ്ണ ചേർത്ത് വറുക്കുന്ന ഒരു രീതി സ്വീകരിക്കാൻ പാടില്ല. അത് ഒന്നുകിൽ ചട്ടിയിൽ അല്ലെങ്കിൽ ഉരുളിയിൽ വറുത്തെടുക്കേണ്ട, എണ്ണ ചേർക്കാതെ വറുത്തെടുക്കേണ്ട സാധനമാണ്. വറുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ മൂപ്പ് യാതൊരു കാരണവശാലും കൂടിപ്പോകാൻ പാടില്ല. അത് ഒടിയുന്ന ഒരു പരുവമുണ്ട്. ആ പരുവത്തിൽ അത് പെട്ടെന്ന് ഉരുളിയിൽ നിന്ന് അല്ലെങ്കിൽ ചട്ടിയിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട്. അത് അല്പമെങ്കിലും അതിൻ്റെ മൂപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു നേരിയ കരിചുവയിലേക്ക് അല്ലെങ്കിൽ രുചി വ്യത്യാസത്തിലേക്ക് അത് കൊണ്ടുവരുന്നതിന് കാരണമാകും. അപ്പോൾ ആദ്യത്തെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തിയായിട്ട് സാധനങ്ങൾ റെഡിയാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മുളകാണെങ്കിൽ മുളക് നമ്മൾ അത് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങാതെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ മുളകിനകത്ത് ധാരാളം പൊടിയും ധാരാളം അഴുക്കുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് അത് വറക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. വറക്കുന്ന കാര്യത്തിൽ അത് ഉരുളിയിലോ ചട്ടിയിലോ എണ്ണ ചേർക്കാതെ അതിന് കണക്കിന് പരുവത്തിൽ നമ്മൾ വറുത്തെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മളത് പൊടിച്ചെടുക്കേണ്ടത്. പൊടിക്കുന്ന സമയത്ത് നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുകയാണ് എങ്കിൽ, കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ അകത്ത് നന്നായിട്ട് പൊടിഞ്ഞു വരുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയത്ത് നമ്മൾ വീട്ടിൽ മിക്സിയിലാണ് പൊടിക്കുന്നതെങ്കിൽ ഒരല്പം ഉപ്പ് പൊടി കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ അത് നന്നായിട്ട് പൊടിഞ്ഞു വരികയും അതോടൊപ്പം തന്നെ അത് ദീർഘനാൾ കേടാകാതിരിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഉപ്പ് ചേർക്കുന്നത് നമ്മൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നതിന്, അതുപോലെ തന്നെ അത് ദീർഘനാൾ കേടാകാതിരിക്കുന്നതിന് സഹായിക്കുമെന്നുള്ളത് കൊണ്ട് അതൊരു അത്യാവശ്യമുള്ള ഘടകമാണ് വീട്ടിൽ മിക്സിയിൽ തയ്യാറാക്കുന്ന സമയത്ത്. ചേരുവയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു നല്ല മസാലപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചേരുവ കൃത്യമായിരിക്കുന്ന കാര്യത്തിലാണ് നമുക്ക് ആ മസാലപ്പൊടി ഉണ്ടാക്കുന്നതിൽ ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കാൻ സാധിക്കുന്നത്. കൂടുതലായിട്ട് ആവശ്യമില്ലാത്ത സാധനം, വിലക്കൂടിയ സാധനം കൂടുതലായിട്ട് ചേർക്കുന്നതിൽ കൂടി രുചി ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ചേർക്കുന്നതിന് വേണ്ടി പോയാൽ നമുക്കതിന് ഉൽപ്പാദന ചെലവ് കൂടും. അതുപോലെ തന്നെ ചേർക്കേണ്ട സാധനങ്ങൾ ചേർക്കേണ്ട അളവിൽ ചേർക്കാതിരിക്കുന്നത് സംഭവിക്കുമ്പോൾ ആ സാധനത്തിന് ആവശ്യമായിട്ടുള്ള രുചി ഉണ്ടാക്കുന്നതിന് സാധിക്കില്ല. മസാലപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാർ മസാല ഉണ്ടാക്കുന്ന മറ്റ് മസാലകളായിട്ട് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോകാതിരിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്.
ഇപ്പോൾ നമുക്കറിയാം സാമ്പാർ മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്ന കായത്തിൻ്റെ അളവ് കൂടുതലാണ്. കാരണം കായവും പുളിയും ഉപ്പുമാണ് ഒരു നല്ല സാമ്പാർ പൊടിയുടെ രുചിയെ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ രുചിയെ സാരമായിട്ട് ബാധിക്കുന്നത്. അതിനാവശ്യത്തിനുള്ള കായത്തിൻ്റെ രുചിയും ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള പുളിയും, ഈ 3 സാധനങ്ങൾ ഒരുപോലെ അതിൻ്റെ അകത്ത് കൃത്യമാകുന്ന സമയത്താണ് സാമ്പാർ മസാല ഏറ്റവും രുചികരമായിട്ട് മാറുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർക്കേണ്ട മറ്റു പല സാധനങ്ങളും ഉണ്ട് സാമ്പാർ മസാല ഉണ്ടാക്കുന്ന സമയത്ത്. ആ സാധനങ്ങളെല്ലാം അതേ അളവിൽ നമ്മൾ മറ്റു മസാലപ്പൊടി ഉണ്ടാക്കുമ്പോൾ ചേർക്കാൻ പാടില്ല. മറ്റു മസാലപ്പൊടികൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് നമ്മൾ രസപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് രസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതലായിട്ട് വരേണ്ടത്. അങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ ഗരം മസാലയുടെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അതാത് മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ആ സാധനത്തിൻ്റെ രുചിയെ ഏറ്റവും നന്നാക്കുന്ന തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാകില്ല. അതുപോലെ തന്നെ അത് രുചികരമാകില്ല. അതുപോലെ തന്നെ അതിനാവശ്യമുള്ള മണത്തിലേക്ക്, ആവശ്യമുള്ള കളറിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതിന് സാധിക്കില്ല. ഇപ്പോൾ ഒരു മസാലപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ചില മസാലപ്പൊടികൾ ഉണ്ടാക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് നമ്മൾ ഇറച്ചി മസാല ഉണ്ടാക്കുന്ന സമയത്ത്, അതിനകത്ത് മീറ്റ് മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് അല്പം അരിമോദകം കൂടി ചേർക്കുന്നത് അതിനെ കൂടുതൽ രുചികരമാക്കുന്നതിന് സഹായിക്കും. ഉലുവാപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെയുള്ള സാധാരണ നമ്മൾ പെരുംജീരകം ഒഴിച്ചുള്ള മറ്റ് ജീരകങ്ങളെല്ലാം, അതെല്ലാം സാധാരണ നമ്മൾ ചേർക്കുന്നത് പോലെ ചേർത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കറിവേപ്പില, വെളുത്തുള്ളി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരു നല്ല മസാലപ്പൊടിക്കകത്ത് ഒരുമാതിരിയുള്ള എല്ലാ മസാല ഐറ്റങ്ങളും ഉണ്ടാകും. ചിലതിൻ്റെ അകത്ത് മുളകിൻ്റെ അളവ് കൂടുതലായിരിക്കും, മല്ലിയുടെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കാര്യത്തിലുള്ള വ്യത്യാസം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ. എന്നാൽ അതോടൊപ്പം തന്നെ അത് ഏത് സാധനത്തിന്, ഏത് മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് അതിൻ്റെ രുചി ഭേദങ്ങളിൽ വ്യത്യാസം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ, ഇറച്ചി മസാലയിലാണെങ്കിൽ നമ്മൾ പെരുംജീരകം കൂടുതലായിട്ട് ചേർക്കും. അതുപോലെ തന്നെ തക്കോലം നമ്മൾ കൂടുതലായിട്ട് ചേർക്കും. ജാതിപത്രി, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇറച്ചി മസാല നിർബന്ധമായിട്ട് ചേർത്തിരിക്കേണ്ട സാധനങ്ങളാണ്. ഏലക്ക വേണം, ഗ്രാമ്പു വേണം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം ഇറച്ചി മസാല ഉണ്ടാക്കുക, മീറ്റ് മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് വളരെ കൂടുതലായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്. എന്നാൽ അതേ രീതിയിൽ മറ്റ് മസാലപ്പൊടികൾ ഉണ്ടാക്കുന്ന സമയത്ത്, വെജിറ്റബിൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സാമ്പാർ മസാല ഉണ്ടാക്കുന്ന സമയത്ത്, അതല്ല എങ്കിൽ രസമസാല ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊന്നും അതേ അളവിൽ യാതൊരു കാരണവശാലും ചേർക്കാൻ പാടില്ല. ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന മസാലപ്പൊടിയുടെ രുചി മറ്റൊരു രൂപത്തിലേക്കാകും. അത് എന്നുള്ളത് മാത്രമല്ല, ആ മസാലപ്പൊടി ഉൽപാദന ചെലവ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഗുണനിലവാരത്തിൽ വളരെ കുറഞ്ഞ തലത്തിൽ നിൽക്കുന്നതുമാകും. സാധാരണഗതിയിൽ നമ്മൾ സ്വദേശി മസാലപ്പൊടിയുടെ പരിശീലനം നടത്തുമ്പോൾ അതിനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു ഫോർമുല, അത് മൈസൂരിലെ ഭക്ഷ്യ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഫോർമുലയാണ്. അത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പൊതുവെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഫോർമുല ആയതുകൊണ്ട് പ്രാദേശികമായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ രുചിയിൽ അതാത് സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അല്പസ്വല്പം ഏറ്റക്കുറച്ചിൽ വരുത്തേണ്ടതാണ്. അത് നമുക്കിതിൻ്റെ ചെയ്യാൻ സാധിക്കുന്ന മസാലപ്പൊടി ഉണ്ടാക്കുന്നതിന് പ്രാഥമികമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത്തരം സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രാദേശികമായിട്ടുള്ള രുചിഭേദങ്ങളിലേക്ക് അതിനെ വളരെ എളുപ്പത്തിൽ കൊണ്ടുവരുന്നതിന് ഏതാണ് കൂടുതൽ ചേർക്കേണ്ടത്, ഏതാണ് കുറച്ച് ചേർക്കേണ്ടത് എന്നുള്ള കാര്യത്തിലേക്കുള്ള ആ പ്രായോഗികമായ അറിവ് നമുക്ക് തനിയെ കൈവന്നുള്ളൂ. ഒരു മസാലപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നല്ലൊരു ഫോർമുല ഉണ്ടായിരിക്കണം. ആ ഫോർമുലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് മസാലപ്പൊടിയുടെ രുചിയെ ബാധിക്കുന്നത്, മസാലപ്പൊടിയുടെ വിലയെ ബാധിക്കുന്നത്, മസാലപ്പൊടിയുടെ മണത്തെ ബാധിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോന്നിലും ഉണ്ടാക്കിയെടുക്കേണ്ട മാറ്റങ്ങൾക്കനുസരിച്ചുള്ള രീതിയിലുള്ള സാധനങ്ങൾ, അതല്ലാതെ മറ്റ് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർക്കുമ്പോൾ നമ്മുടെ വില കൂടും, അല്ലെങ്കിൽ ഗുണം കുറയും. അതോടൊപ്പം തന്നെ നമ്മുടെ ഉൽപ്പാദന ചെലവ് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം മുളക് പൊടിയുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാവരുടെയും ഒരു സന്ദേഹം,
നമ്മുടെ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന മുളക് അത് സാമാന്യ എരിവുള്ള മുളകാണ്. അതിൻ്റെ കൂട്ടത്തിൽ പിരിയമുളക് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന് അല്പം കൂടെ കളർ കൂടുതൽ കിട്ടും, അല്പം കൂടെ എരിവ് കുറയും. ഇപ്പോൾ പിരിയമുളക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ പിരിയമുളക് മാത്രമേ ആവശ്യമുള്ളൂ, സാധാരണ മുളകിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കാരണം പിരിയമുളക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിരിയമുളകും സാധാരണ മുളകോട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, പിരിയമുളക് മാത്രം എടുത്താൽ മതി. ചിലർ മസാലപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കാശ്മീരി മുളക് ചേർക്കാറുണ്ട്. കാശ്മീരി മുളക് ചേർക്കുന്ന വില കൂടുതലാണ്. സാധാരണ മുളകിൻ്റെ പിരിയമുളകിൻ്റെയൊക്കെ ഇരട്ടിയിലധികം വിലയിലേക്ക് വരുന്ന സാധനമാണ് കാശ്മീരി മുളക്. അത് കളറിന് വേണ്ടി ചേർത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് കളറ് ആവശ്യമെങ്കിൽ, ഉദാഹരണത്തിന് മീൻ മസാല നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മീൻ മസാലയ്ക്ക് കളറ് ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ്. കാരണം കളറ് നല്ല കളറിലേക്ക് അതിനെ കൊണ്ടുവരും എന്നുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ നമ്മൾ ചതച്ച മുളക് ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചതച്ച മുളക് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫ്രൈ ആക്കുന്ന സാധനം, വറക്കുന്ന സാധനങ്ങളിൽ, ഉദാഹരണത്തിന് മീൻ, ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഫ്രൈ ആയിട്ടുള്ള മുളക് അല്പം കൂടി ഇട്ട്, ചതച്ച മുളക് അല്പം കൂടി ഇട്ട് അത് വാങ്ങുന്ന ഒരു രീതി നമ്മൾ സാധാരണ സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കസ്തൂരി മേട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായതുകൊണ്ട് പൊതുവായിട്ട് നമ്മൾ മസാലപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ചേർത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം അതാത് സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ ചേർക്കേണ്ട, അവരുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ചേർക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മസാലപ്പൊടികൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നത് വളരെ ലാഭകരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന സാധനമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഗുണമേന്മയിൽ മികച്ചത്, ഗുണമേന്മയിൽ താരതമ്യം ചെയ്യാൻ പറ്റാത്ത ആ ഒരു തലത്തിലേക്ക് മസാലപ്പൊടികൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫില്ലറായിട്ട് തൂക്കം കൂട്ടുന്നതിന് വേണ്ടി, അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഫില്ലർ സാധനങ്ങളായിട്ട് നമ്മളൊന്നും ചേർക്കുന്നില്ല എന്നുള്ളതാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ കളറിന് വേണ്ടി, രുചിക്ക് വേണ്ടി, മണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മൾ സാധാരണഗതിയിൽ ഗുണനിലവാരമുള്ള ഒരു മസാലപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തേക്ക് അഡീഷണലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അത് ആരോഗ്യത്തിന് ഹാനികരമാണ്, മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഗുണമേന്മയുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരം സാധനങ്ങളെല്ലാം അതിനുണ്ടായിരിക്കേണ്ട സ്വാഭാവികമായ കളറും സ്വാഭാവികമായ രുചിയും സ്വാഭാവികമായ മണവും അതുണ്ടാക്കുന്നതിന് സാധിക്കുന്നവയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളത് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഗുണമേന്മയുള്ള, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത, ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടാക്കുന്നില്ലാത്ത, ജീവിതശൈലി രോഗങ്ങൾക്കൊന്നും കാരണമാകാത്ത മസാലപ്പൊടി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. സ്വദേശി മസാലപ്പൊടി ഉണ്ടാക്കുന്ന പരിശീലനം ഒരു 3 മാസത്തിലൊരിക്കൽ നമ്മൾ സ്വദേശിയുടെ ആസ്ഥാനമായ പട്ടത്തുള്ള ഗാന്ധി സെൻറ്ററിൽ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് വന്ന് പരിശീലനത്തിൽ പങ്കെടുക്കാം. വീഡിയോ കണ്ടതുകൊണ്ട് നമ്മൾ ഉൽപ്പന്ന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപടി ചെയ്യാൻ സാധിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വീഡിയോ ഈ കൂടി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് നമുക്ക് ചെയ്യുന്നതിനാവശ്യമായ ഒരു പ്രേരണ ഉണ്ടാക്കുന്നതിനും, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളുമാണ്. അത് അടിസ്ഥാനപരമായിട്ട് ഒരു പരിശീലനത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതിൻ്റെ പകരക്കാരനാകും എന്നുള്ള കാര്യം ആരും ധരിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് ഒരു പരിശീലന പരിപാടി പങ്കെടുത്ത ഓരോ സാധനവും ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനം നേടേണ്ടത് അത്യാവശ്യമാണ്. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാദേശികമായ രുചിഭേദങ്ങൾക്കനുസരിച്ച് ഓരോ സാധനങ്ങളുടെയും നേരിയ ഏറ്റക്കുറച്ചിൽ വരുത്തിക്കൊണ്ട് നമുക്ക് നല്ല ഗുണനിലവാരമുള്ള, അതുപോലെ തന്നെ ലാഭകരമായിട്ടുള്ള മസാലപ്പൊടി നിർമ്മാണം നമുക്ക് നിഷ്പ്രയാസം ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.